ഹായ്, നമസ്കാരം. ആരെയോ ലക്ഷ്യമിട്ട് ആരോ നിർമ്മിച്ച ബോംബിന് നിരപരാധികൾ ഇരയാകുന്ന ക്രൂരത കണ്ണൂരിന്റെ മണ്ണിൽ ആവർത്തിക്കുന്നു. രാഷ്ട്രീയ അക്രമങ്ങളും സംഘർഷങ്ങളും വലിയ തോതിൽ കുറയുമ്പോഴും ഈ മണ്ണിൽ ഇപ്പോഴും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് എരഞ്ഞോളി കുടക്കളത്തെ 85-കാരൻ വേലായുധൻ. 2023 ജൂലൈ 6-ന് മട്ടന്നൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് അസം സ്വദേശികളായ അച്ഛനും മകനും മരിച്ച് ഒരു വർഷം തികയും മുമ്പാണ് തലശ്ശേരിയിൽ ചൊവ്വാഴ്ച സ്ഫോടനമുണ്ടായത്. മട്ടന്നൂർ കാശിമുക്കിൽ ആക്രി പെറുക്കുന്നതിനിടെയാണ് ഫസൽ ഹക്ക് 54 വയസ്സായ ഷഹീദുൽ 25 മരിച്ചത്. 2023 ഡിസംബർ 24-ന് തലശ്ശേരി പാടത്ത് ആക്രി സാധനങ്ങൾക്കിടയിൽ നിന്ന് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് ആസാം സ്വദേശിക്കും 2 മക്കൾക്കും പരിക്കേറ്റിരുന്നു. ധുബ്രി ജില്ലയിലെ സെയ്ദലി 45, മക്കളായ നൂറുദ്ദീൻ 10, അബ്ദുൽ മുത്തലിബ് 8 എന്നിവർക്കാണ് അന്ന് പരിക്കേറ്റത്. ചിതറി കൈപ്പത്തിയുമായാണ് തിരിച്ചു കിട്ടിയ ജീവനും കൊണ്ട് സെയ്ദലി അസമിലേക്ക് രക്ഷപ്പെട്ടത്. കുട്ടികളടക്കം പലർക്കും ഇത്തരം സ്ഫോടനങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. മൃഗങ്ങളും ബോംബിന് ഇരയായിട്ടുണ്ട്. എന്നാൽ ഇത്തരം കേസുകളിൽ ഒന്നിൽ പോലും ബോംബ് നിർമ്മിച്ചവരെയോ ഒളിപ്പിച്ചവരെയോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ടില്ല. രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താനോ മറ്റോ സൂക്ഷിച്ച സ്റ്റീൽ ബോംബാണ് കുടക്കളത്ത് ചൊവ്വാഴ്ച 85-കാരന്റെ ജീവനെടുത്തത്. സ്ഫോടനം നടന്ന സ്ഥലം CPM-ന് മുൻതൂക്കമുള്ള പ്രദേശമാണ്. ഇവിടെയുള്ളവർ സമീപത്തെ മറ്റൊരു സ്ഥലത്തുള്ളവരുമായി 2 മാസം മുൻപ് അക്രമം നടന്നിരുന്നു. സംഭവം സംബന്ധിച്ച് അസ്വാഭാവിക മരണത്തിന് തലശ്ശേരി പോലീസിൽ കേസുണ്ട്. സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തും ബോംബ് എത്തിച്ചും സംബന്ധിച്ച് അന്വേഷണം നടത്തും. റോഡിന് സമീപത്തായാണ് സ്ഫോടനം നടന്ന പൂട്ടിയിട്ട വീട് കണ്ടത്. വീടിന്റെ മുറ്റം വരെ വാഹനം പോകാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ആളുകൾ വരാറില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. പറമ്പിൽ തേങ്ങയെടുക്കാനെത്തിയ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം കുടക്കളം ആയിനാട്ട് മീത്തൽ പറമ്പിൽ ഐനിയാട്ട് വേലായുധനാണ് സ്ഫോടനത്തിൽ മരിച്ചത്. സ്ഫോടനം നടന്ന വീടിന് സമീപത്തെ പോലീസ് സന്നാഹം തമ്പടിക്കുന്നു. വേലായുധന്റെ കയ്യിലുണ്ടായിരുന്ന തേങ്ങ നിറച്ച സഞ്ചി സ്ഫോടനം നടന്ന സ്ഥലത്തിനു സമീപത്തുണ്ടായിരുന്നു. വേലായുധൻ ഇവിടെ എത്തി തേങ്ങ എടുക്കാറുണ്ട്. വീട്ടുകാർ ഇവിടെ വരാറില്ല. 2 വർഷത്തിലേറെയായി പൂട്ടിയിട്ട വീട്ടുമുറ്റത്താണ് സ്ഫോടനം നടന്നത്. തേങ്ങയെടുക്കുന്നതിനിടയിൽ വേലായുധന് സ്റ്റീൽ ബോംബ് കിട്ടിയതായിരിക്കുമെന്ന് കരുതുന്നു. വലതു കൈകൊണ്ട് വീടിന്റെ തറയിൽ ബോംബ് അടിച്ചപ്പോഴുണ്ടായ സ്ഫോടനത്തിൽ വലതു കൈ അറ്റുതൂങ്ങി. ശരീരത്തിൽ മറ്റു പരിക്കുകളൊന്നും കാണാനുണ്ടായിരുന്നില്ല. സ്ഫോടന ശബ്ദവും വേലായുധന്റെ നിലവിളിയും കേട്ടാണ് പരിസരവാസികൾ സ്ഥലത്തെത്തിയത്. സംഭവം നടക്കുമ്പോൾ സമീപത്തെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഭരണസമിതി യോഗം നടക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ബിജു, പഞ്ചായത്ത് അംഗം നിമിഷ എന്നിവരുൾപ്പെടെ സ്ഥലത്തെത്തി. ആംബുലൻസ് എത്തിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ വേലായുധന് ജീവനുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സ്ഫോടനം നടന്ന സ്ഥലം പോലീസിന്റെ നിയന്ത്രണത്തിലാക്കി. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, AICC അംഗം VA നാരായണൻ, സജീവ് മാറോളി, MP അരവിന്ദാക്ഷൻ, സുശീൽ ചന്ദ്രോത്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു.